എൻ്റെ പേര് സത്യപ്രകാശൻ. എൻ്റെ വയസ്സ് 61. ഞാൻ താമസിക്കുന്നത് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പറപ്പുകര പഞ്ചായത്തിൽ രാപ്പാൾ എന്നുള്ള പ്രദേശത്താണ് താമസിക്കുന്നത്. എൻ്റെ ജോലി, എനിക്ക് തൃശ്ശൂർ ഒരു സ്റ്റേഷനറി ഹോൾസെയിലുണ്ട്. ചെറുതായിട്ട് ഈ ഫ്ലാറ്റിൻ്റെ ഒരു സെയിലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. കുറച്ച് രാഷ്ട്രീയം, ഇതാണ് നമ്മുടെ ബിസിനസ്സായിട്ട് നടക്കുന്നത്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഒരു മകളുമാണ് എനിക്കുള്ളത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാം, അസുഖങ്ങൾ പല രീതിയിൽ പല തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന അസുഖങ്ങൾക്കെല്ലാം ഭീമമായ ചെലവുമാണ് ഉള്ളത്. സാധാരണക്കാരന് ജീവിച്ചു പോകുന്നതിൽ ഏതെങ്കിലും ഒരു അസുഖം വന്നു പെട്ടാൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് ചിലവ് വരുന്നതെങ്കിൽ നമ്മുടെ മൊത്തം ജീവിതം തന്നെ പ്രശ്നങ്ങളിലും. ആ സമയത്ത് നമുക്ക് നല്ലൊരു പോളിസി എടുക്കണം. അത് ഏത് കമ്പനിയുടെ എടുക്കണം എന്ന് അന്വേഷിച്ചപ്പോൾ പല ദിക്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് പല പോളിസികളെ പറ്റി പറഞ്ഞെങ്കിലും സ്റ്റാർ ഹെൽത്താണ് വളരെ നല്ലതെന്നുള്ള ഒരു അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ഇതിൻ്റെ ഒരു ഏജൻറ്റാണ്, കെ മുരളീധരൻ, കിഴക്കൂട്ട് ഹൗസ്, രാപ്പാൾ. അദ്ദേഹം ഇതിൻ്റെ ഒരു ഏജൻറ്റാണ്. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം അതിന് വേണ്ട എല്ലാ ഡീറ്റെയിലുകളും ഞങ്ങൾക്ക് തന്നു. ആ പോളിസി അന്ന് എടുത്തത് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ എന്ന പോളിസിയാണ് എടുത്തത്. എന്തായാലും ആ പോളിസി ഞങ്ങൾക്ക് വളരെ ജനോപകാരപ്രദമാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ക്ലെയിമുകൾ എടുത്തിട്ടുണ്ടോ? ഈവനിങ് ഒരു 5 മണിക്ക് ഒരു ചെറിയ ഒരു ഷിവറിങ് ഉണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായി ചെറുതായി പനിക്കുണ്ടോ എന്നൊരു സംശയം. അതിനടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അവരൊരു മരുന്ന് അത് കഴിച്ചു. അപ്പോൾ രാത്രി എനിക്ക് മനസ്സിലായി ഇത് പനി ആണ്, നമുക്ക് ക്ഷീണം വളരെയധികം ഉണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഇപ്പോൾ ഡോക്ടറുടെ ബ്ലഡൊക്കെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഡെങ്കി ആവാൻ സംശയമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇരിഞ്ഞാലക്കുടയുള്ളൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുകയും അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ബ്ലഡൊക്കെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യൂ, 2 ദിവസം നമുക്കൊന്ന് നോക്കട്ടെ എന്ന് തോന്നുന്നു. പക്ഷേ അന്ന് രാത്രി എനിക്ക് ഓക്സിജൻ മുഴുവൻ നഷ്ടപ്പെടുകയും ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഓക്സിജനൊക്കെ വെച്ച് തരേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറണം, അതിനുള്ള സൗകര്യങ്ങൾ കൂടി ഇല്ലാത്തതുകൊണ്ട് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആംബുലൻസിൽ എന്നെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു ചെന്നന്ന് നൈറ്റിൽ തന്നെ എനിക്ക് വേണ്ടതായ എല്ലാ ചികിത്സകളും അവിടെ ചെയ്തു. ബ്ലഡ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ക്രിയാറ്റിനൊക്കെ കൂടി, 2 കിഡ്നി ഷട്ടാവും മാതിരിയായി. എൻ്റെ പ്ലേറ്റ്ലെറ്റൊക്കെ വളരെ കുറഞ്ഞു പോയി. അത് 15,000 ആയി മാറി. അപ്പോൾ ശാരീരികമായിട്ട് മൊത്തം തളരുകയും ഓർമ്മ പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ICUവിൽ കെടുത്തി. ഒരു 4-5 ദിവസത്തോളം ഞാൻ ICUവിലായിരുന്നു. ശരീരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ് ഭയങ്കരമായിട്ട് കുറയുകയും അത് 15,000 എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആകെ ശരീരത്തിന് ഭയങ്കര ക്ഷീണമായി, ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോൾ അവർ ഉടനടി പ്ലേറ്റ്ലെറ്റ് കയറ്റണമെന്ന് പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് കയറ്റി. എൻ്റെ കിഡ്നീൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മറ്റേ ബ്ലഡ് ചേഞ്ച് ചെയ്യലും പരിപാടിയൊക്കെ ചെയ്തതോടുകൂടി ഇത്തിരി സമാധാനമായി. അങ്ങനെ ഒരു 3-5 ദിവസം ICUവിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് നോക്കിയപ്പോൾ എല്ലാം നോർമൽ കണ്ടീഷനിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ്ലെറ്റ് എല്ലാം 2 ലക്ഷത്തിലേക്ക് എത്തി. മറ്റേ ക്രിയാറ്റിൻ 8 കണ്ട് പോയതാണ്, അത് 1.5 കണ്ട് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ മൊത്തം നോർമൽ കണ്ടീഷനിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനോട് നിങ്ങൾ എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമ്മൾ ശാരീരികമായിട്ട് എല്ലാം വളരെ ക്ലിയറാണ്. ഡോക്ടറെ കണ്ടു, എല്ലാം നോർമൽ കണ്ടീഷനിലായി. നമ്മൾ വളരെ സന്തോഷത്തിലാണ്. ഇങ്ങനെയുള്ള അപകടഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു സഹായം വളരെ ഗുണകരമായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന് ഞങ്ങളുടെ ഫാമിലി എല്ലാവരുടെയും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.